ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ADGP കർണാടക ADGP സംസാരിച്ചു. കേരളത്തിൻ്റെ പ്രതിനിധിയായ ഒരു DYSPയും 2 ഉദ്യോഗസ്ഥന്മാരും സംഭവ സ്ഥലത്തു നിന്നും 600 മീറ്റർ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കാണാവുന്ന ദൂരം ഉണ്ട്. കാരണം ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവരെ അവിശ്വസിച്ചിട്ടല്ല. എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ നമുക്ക് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ബോധ്യവും പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥരും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാങ്കേതികത്വമല്ല. അപ്പോൾ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. അദ്ദേഹവും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന് ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത്, മറുവശത്ത് നദിയുമാണുള്ളത്. അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. എന്നാലും കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും DGPയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൗത്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.